കേരളത്തിന്റെ ഒരു അറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരറ്റത്ത് നിന്ന് അങ്ങേയറ്റം വരെ കാരാടൻ സുലൈമാൻ എന്ന് പറഞ്ഞ വ്യക്തി ഹാൻഡിൽ ചെയ്തിട്ടില്ലാത്ത വലിയ വലിയ ബിസിനസ് സംരംഭങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. നമസ്കാരം സർ. സുഖമായിട്ടിരിക്കുന്നു അല്ലെ? ഇങ്ങനെ ലോകത്ത് എല്ലായിടത്തും, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, പുറമെ ദുബായിലും ഓടി നടന്ന് ഇങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെയാണെങ്കിൽ നാളെ ദുബായില്, ഇങ്ങനെ ഓടിച്ചിട്ട് ഇത് എത്ര വർഷങ്ങളായി ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്? എത്ര വർഷങ്ങളായി ഇതില്? നമുക്കിപ്പോ ഒരു 10-40 വർഷമായി ഈ റിയൽ എസ്റ്റേറ്റിൽ തന്നെ വന്നിട്ട്. പിന്നെ നിങ്ങൾ ചോദിച്ച സംഭവം ഇതൊരു പാഷനാണ്. ടെൻഷനും സന്തോഷവും സുഖമൊക്കെ അനുഭവിച്ച എല്ലാ മേഖലയും ഇതിലൊരു വരാൻ ഒരു എന്താ പറയുക ഒരു കാരണം തന്നെയാണ്. നമ്മൾ സ്വപ്നം കാണണം. അപ്പോൾ ആ സ്വപ്നം എന്ന് പറയുന്ന സാധനം വലിയതായിട്ട് കാണുമ്പോൾ, പണ്ട് ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരെ, പിന്നെ ഇത് വിയർപ്പൊഴിക്കാതെ പ്രപഞ്ചം പിടിച്ചടക്കണം എന്നൊക്കെ കുട്ടിക്കാലത്ത് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയൊക്കെ പറയുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വലിയ വലിയ ഒരു ചിന്തിക്കാൻ നമുക്ക് അതിർത്തികളില്ലല്ലോ. അപ്പോൾ അത് വലുതാക്കിയിട്ട് ചിന്തിക്കും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഹാർഡ് വർക്കാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ സംഭവം. ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലപ്പോഴും എല്ലാം പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മുടെ ഒരു ടൈമിൽ, ആ ടൈമിൽ നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ന് ഇത്ര ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യണം, ഇത്ര ആളെ വിളിക്കണം, ഇത്ര ഒരു സാധനം, നമ്മളൊരു ബിൽഡിങ്ങോ നമ്മളൊരു ലാൻഡോ കണ്ട ഇത് ആരാണ് ഇതിന് യൂസ്ഫുൾ ആവുക എന്നുള്ളത് ചിന്തിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ വർക്ക് ആരംഭിക്കുക. കേരളത്തിൽ പിന്നെ നമ്മളെ സ്വന്തം നാട് എടക്കര എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ എടക്കര. അവിടുന്ന് മഞ്ചേരി വന്നിട്ട് അങ്ങനെ കച്ചവടം ചെയ്ത് അവിടുന്ന് കോഴിക്കോട്ടേക്ക് പിന്നെ ഒരു പെട്ടിയും പിടിച്ചിട്ട് ഒരു വെള്ളക്കുപ്പായം വെള്ളത്തുണ്ടിയൊക്കെ ആയിട്ട്, അന്നത്തെ ഒരു സ്റ്റൈൽ അതാണല്ലോ, ആ സ്റ്റൈലിൽ പോയി. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ബൈക്കും ഈ കോണ്ടസ് അംബാസഡർ കാറുകളിൽ നിന്നൊക്കെ തുടങ്ങി ഫിയറ്റിൽ നിന്നൊക്കെ മാറി, ജീപ്പിൽ നിന്നൊക്കെ മാറി, പിന്നെ ഈ ടാറ്റ സിയറൊക്കെ വന്നു. ആ കാലഘട്ടങ്ങളിൽ ടാറ്റ എസ്റ്റേറ്റ്, ടാറ്റ സിയറൊക്കെയാണ് ആദ്യം വന്ന കാർ. പിന്നെ സ്റ്റാൻഡേർഡൊക്കെ വന്നിരുന്നു, സ്റ്റാൻഡേർഡ് 1000 എന്നൊക്കെ. ആ കാറൊക്കെ അങ്ങനെ വരുന്ന സമയത്തൊക്കെ മാറി വരികയാണ്. അപ്ഡേഷൻ ഭയങ്കരമാണല്ലോ. അപ്പോൾ അന്നൊക്കെ കാലത്ത് കേരളത്തിലെ കോഴിക്കോടും MG റോഡും ട്രിവാൻഡ്രം സ്റ്റാച്ചു ഒക്കെ ചെറിയ വിലകളേ ഉള്ളൂ. 4 ലക്ഷം 5 ലക്ഷത്തിൻ്റെയൊക്കെ വിലയുള്ള ആ സമയത്ത്. പക്ഷെ അന്നതിന് ഭയങ്കര വിലയാണ്. പിന്നെ അല്ല അന്നൊക്കെ ഇപ്പൊ ഞാനൊക്കെ ഇപ്പോൾ മാവൂർ റോട്ടിൽ ഞാൻ ഇറങ്ങിയ കാലത്ത് 3.5 ലക്ഷം റുപ്യ 3 ലക്ഷം റുപ്യ. ഇന്നവിടെ 60, 70, 80 2-3 സ്ട്രെച്ചായിട്ടാണ് മാവൂർ റോഡ് എന്ന് പറയുന്നത്. തൊണ്ടയാട്, പിന്നെ അവിടുന്ന് അങ്ങോട്ട് ബേബിൻ്റെ അവിടെ ഒരു റൈറ്റ്, ബേബി ടു KSRTC വരെ ഒരു റൈറ്റ്. അങ്ങനെ ഇപ്പോൾ MG റോഡാണെങ്കിലും രവിപുരം മുതൽ പിന്നെ ഇവിടെ ശ്രീമാട്ടി വരെയുള്ള 3-4 റൈറ്റാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അന്നൊന്നും എടപ്പള്ളി ഒന്നും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. വൈറ്റിലൊക്കെ പറഞ്ഞാൽ അങ്ങനെ കിടക്കുകയാണ്, ബൈപ്പാസ് വരുന്ന സമയത്ത്. അപ്പോൾ ചെറിയ വിലയാണ്. ആ സമയത്തിന് നമ്മൾ ഹാർഡ് വർക്ക്, ഒരു ബ്രോക്കർ എന്നുള്ള ഒരു മേഖലയിലാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. ഈ ബ്രോക്കർ പിന്നെ എവിടം വരെ എത്തിക്കാൻ പറ്റും? അത് പിന്നെ ഒരു ഓഫീസിലേക്ക് കയറി അവിടെ പിന്നെ 2 സ്റ്റാഫായി 4 സ്റ്റാഫായി. അങ്ങനെ റിയൽ എസ്റ്റേറ്റിൽ ഇന്ന് നിൽക്കുന്ന മേഖല എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരായ കുറേ പെൺകുട്ടികളും ആൺകുട്ടികളും നമ്മൾ ഓഫീസിൽ 120 4 ഓഫീസിൽ 120 കുട്ടികളോളം ഇവിടെ കേരളത്തിലും ദുബായിലുമായിട്ട് 120 കുട്ടികളുണ്ട്. അവരിപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഏജന്റ്, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ എന്ന് പറയുമ്പോൾ അവർക്കൊരു ഇപ്പോഴാ ഈയിടെയായിട്ട് ഞങ്ങളൊരു ബ്രോക്കർ അക്കാഡമി തുടങ്ങി. അല്ല ശരിക്കും ബ്രോക്കർ എന്ന് പറയുന്ന സംഭവത്തിനെ നമ്മൾ മാറ്റിമറിച്ച് വേറൊരു ലെവലാക്കി എന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പൊ ബ്രാൻഡായല്ലോ. ശരിക്ക് രമ്യ ഒരു കാര്യം നിങ്ങൾ ശരിക്കും ഒരു 2 ഡീലുകളെ കൂട്ടിമുട്ടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരാൾ വേണം, അവരെ പരിചയപ്പെടുത്താൻ, ആ നാട്ടിലെ കാര്യങ്ങൾ അറിയാൻ. അയാളിതിങ്ങനെ കൊടുക്കാനുണ്ട്, ഇയാളിങ്ങനെ വാങ്ങാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീഡിയേഷൻ വഹിക്കാൻ നിർബന്ധമായിട്ടൊരാൾ വേണം. തീർച്ചയായിട്ടും. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഈ ബ്രോക്കർ എന്ന് പറയുമ്പോൾ ഒരു പോരാന്ന് പറഞ്ഞ ഒരു സംഗതി. പക്ഷേ സ്റ്റാറ്റസ് ഇല്ലായിരുന്നു. പക്ഷേ അത് രമ്യ ഒരു കാര്യം മനസ്സിലാക്കണം, അന്നത്തെ കാലത്തും ഈ ബോംബെയിലൊക്കെ
ബ്രോക്കർ എന്ന് പറയുമ്പോൾ അതിനൊരു ഭയങ്കര വാല്യൂലൊരു ഒരു 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 സെക്ടർ ഉണ്ടായിരുന്നു. നമ്മൾ ആ മേഖലയിലേക്ക് അന്ന് പോയിട്ടില്ലായിരുന്നു. ഇവിടെ റിയൽ എസ്റ്റേറ്റിൽ ഒരു വെള്ളക്കുപ്പായം വെള്ളത്തുണിട്ടാൽ ബ്രോക്കറെ ചിലപ്പോൾ അടുപ്പിക്കാത്തൊരു കാലഘട്ടം. പക്ഷേ ഇന്നത്തെ കാലം ഇപ്പോൾ 2025 ഇപ്പോൾ ഡിസംബർ ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ 2026 മോളെ ആകെ മാറി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിലെ ബ്രോക്കേഴ്സ്, അതായത് മീഡിയേഷൻ വഹിക്കുന്ന ആൾക്കാർ, കുട്ടികളാവട്ടെ എല്ലാവരും ആവട്ടെ, അവരാണ് ഇന്നത്തെ ആ ന്യൂജൻ. അവർ ചെയ്യുന്ന കച്ചവടത്തിൻ്റെ അളവുകൾ, കച്ചവടത്തിൻ്റെ ഫിനിഷിങ്, ക്ലോസിങ്, അതൊക്കെ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ അക്കാഡമി എന്ന് പറയുന്നത്. ഇപ്പോൾ അവരൊക്കെ പറയാനും മടിക്കാത്ത ഒരു നല്ല റേഞ്ചിലായി അവർ. ഫ്ലാറ്റുകൾ, ലാൻഡുകൾ, ഒരു ഡീൽ തമ്മിൽ എന്തെങ്കിലും ആൾക്കാർക്ക് ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ അതിന് കൂട്ടിമുട്ടിക്കുന്നു. എല്ലാ മേഖലയിലും റിയൽ എസ്റ്റേറ്റിൻ്റെ റിയൽ എസ്റ്റേറ്റ് അല്ല, ഒരു മീഡിയേഷൻ എന്ന് പറയുന്ന ഒരാൾ ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരാൾ തമ്മിൽ ഒരാൾ അറിയില്ല. ചിലപ്പോൾ ഒരു മുതലാളി ആ ലാൻഡിനെ കുറിച്ചിട്ട് അയാൾക്ക് അറിയില്ലായിരിക്കും. അത് സാധാരണക്കാരനായ ഈ ബ്രോക്കർ എന്ന് പറഞ്ഞ ഈ മീഡിയേഷൻ വഹിക്കുന്ന ആളാണ് ആ ലാൻഡിനെ കുറിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും അയാൾക്കേ അറിയുള്ളൂ. ആരാണത് ബൈ ചെയ്യുന്നത്, ആരാണത് വാങ്ങുന്നതെന്ന് അറിയാൻ തന്നെ മനസ്സിലായോ? ആ ഒരു നാട്ടിലെ ഒരു നോളജ്. ഇപ്പോൾ MG റോട്ടിലെ അല്ലെങ്കിൽ സ്റ്റാച്യൂലെ, ട്രിവാൻഡ്രം, വിഴിഞ്ഞം, കോവളം എല്ലായിടത്തും ഒരു നാട്ടുകാരുണ്ടാവും. അവർ ലോക്കലായിട്ടുള്ള നമുക്ക് ആ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത്. ചില ആൾക്കാരൊക്കെ ഈ ബ്രോക്കറേജ് കൊടുക്കാനൊക്കെ മടിച്ച് അവരെ പിന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ പിന്നെ അവർ ശരിക്കും ഒന്നിച്ചങ്ങണ്ടാവും. ഇപ്പൊ പിന്നെ അതിനൊക്കെ ഓരോ സിസ്റ്റം ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയുമ്പം ശരിക്കും ജനിച്ചു വളർന്നത് എടക്കര അല്ലേ, മലപ്പുറംകാരനാണ്. പക്ഷെ എന്നിരുന്നാലും കേരളത്തിന്റെ തിരുവനന്തപുരത്തെ എല്ലാ സ്ഥലങ്ങളുടെയും പേര് അറിയാം, എറണാകുളത്തെ അത്യാവശ്യം എല്ലാം അറിയാം. അങ്ങനെ കേരളം മുഴുവൻ ശരിക്കും അരച്ച് കലക്കി പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല ദുബായിലെ ഓരോ ന്യൂക്ക് ആൻഡ് കോർണറും തീർച്ചയായിട്ടും അറിയാം. അങ്ങനെ ഇന്നിപ്പോ വളരെ അഭിമാനം, ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ 2026 എത്താറായി. ഇന്നിപ്പോൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഒരു ബ്രോക്കർ എന്ന് പറയുന്നതിൽ വളരെയധികം അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷത്തിലാണിപ്പോൾ. ആ ഒരു ജേർണിയുടെ തുടക്കത്തിൽ തന്നെ ഒന്ന് പറയാൻ വെക്കുക. കാരണം ഇന്നിപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവരിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. എല്ലാവർക്കും ഒരു ഇൻസ്പയറിങ് ആവട്ടെ ഇക്കയുടെ ആ ഒരു ജേർണി. പറഞ്ഞു ആ ഒരു മലപ്പുറംകാരൻ എങ്ങനെ ഇങ്ങനെ സ്ഥലക്കച്ചവടം എന്നൊക്കെ പറയുമ്പോൾ അന്ധകാലത്ത് സ്ഥലക്കച്ചവടത്തിന് ഇന്ന് പറയുന്ന പോലത്തെ ഒരു വലിയ വിലയൊന്നും ഇല്ലല്ലോ. പക്ഷെ എന്നാലും ഇക്കനെ എങ്ങനെ ഇതിലേക്ക് അട്രാക്ട് ചെയ്തത് എന്തായിരിക്കും? നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊരു പാഷനും ഒരു സ്വപ്നവും പിന്നെ ഹാർഡ് വർക്കും. അതെ, ആ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 8 മണിക്കൂറാണെങ്കിൽ അത് നമ്മൾ രാത്രി പകൽ ഇപ്പോൾ ഈ മൊബൈൽ ഇല്ലാത്ത സമയത്ത് STD ബൂത്തുള്ള കാലത്ത് ആ എല്ലാ STD ബൂത്തിലും കയറി ഇരുന്നിട്ട് പിന്നെ വിളിച്ച് ആളവിടെ ഉണ്ടോ ഞാൻ അങ്ങോട്ട് വരട്ടെ വെച്ചിട്ട് യാത്ര ചെയ്തിരുന്നൊരു കാലം. ബസ്സിൽ നിന്ന് മാരുതി കാറിലേക്ക്, ST ജാവ മോട്ടോർ സൈക്കിളിൽ നിന്ന് മാരുതി കാറിലേക്ക്, മാരുതിയിൽ നിന്ന് ഞാൻ പറഞ്ഞ ഈ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഇപ്പോൾ എത്തി നിൽക്കുന്ന മേഖലയിൽ എല്ലാം യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ വിഷമങ്ങൾ, അതായത് ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ചില കച്ചവടങ്ങൾ പൂർത്തിയാക്കാത്ത പ്രശ്നങ്ങൾ, പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ. ആദ്യം ഈ ബ്രോക്കറേജ് വാങ്ങും, അതിൽ നിന്നാണ് പിന്നെ ഡീലറാവുക. ഈ ഡീലറാകുമ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ട് മറിക്കുന്ന ഒരു സംവിധാനം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ 2001, 2002 എന്തെങ്കിലും 10 ലക്ഷം ഒക്കെ അഡ്വാൻസ് കൊടുത്തിട്ട് മറിച്ച് കൊടുക്കുന്ന ഒരു കാലഘട്ടം. ഭയങ്കരമായിട്ട് റിയൽ എസ്റ്റേറ്റ് സ്പീഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത്. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ യാത്ര എറണാകുളം, കോഴിക്കോട്, ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ട് ഓടി നടക്കുന്നതായിരുന്നു. അന്ന് അഡ്വാൻസ് കൊടുത്തിട്ട് മറിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ നല്ല ഉഷാറായിട്ട്. പിന്നെ രമ്യ, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, ഡിസിഷൻ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിയിട്ടുണ്ട്. അതൊക്കെ പല തവണയും പല ആൾക്കും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതൊരു ഹരമുള്ള, അതായത് ഒരു നല്ലൊരു നമ്മളെ മക്കളെ പോറ്റി, നമ്മളെ മക്കളെ പഠിപ്പിച്ച് നമ്മളെ വീട്ടിൽ ആഹാരം കഴിക്കുന്ന ഒരു തൊഴിലാണ് ബ്രോക്കറേജ് എന്ന് പറയുന്ന ആ സംഗതിയെ നമ്മൾ ഒരു കാലത്ത് എല്ലാവരും പറയാൻ മടിക്കുന്നൊരു കാലഘട്ടം. അന്നും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു വന്നിരുന്നത്. ഇന്നിപ്പോൾ എനിക്ക് പറയാം, ബ്രോക്കർ അക്കാഡമി തുടങ്ങിയത് മുതൽ നമ്മളടുത്ത് കുറേ ആൾക്കാർ പഠിച്ചു പോയത്, കുറേ ആൾക്കാർ. പിന്നെ നമുക്കിപ്പോൾ നിങ്ങൾ 14 ജില്ലയിൽ എവിടെ ലാൻഡ് പറഞ്ഞോളൂ, രമ്യ ഒരു സ്ഥലത്ത് ചോദിച്ചു എന്നോട്,
കാഞ്ഞങ്ങാട്, കാസർഗോഡ്, ഇങ്ങനെ പയ്യന്നൂർ അടക്കല്ല ഓരോരോ ലാൻഡുകൾ, തിരുവനന്തപുരം, വിഴിഞ്ഞം വരെ. എല്ലാം ആ വിഴിഞ്ഞത്ത് ഇപ്പോൾ നമ്മളൊരു ഓഫീസുണ്ട്. അവിടെ എത്ര സറൗണ്ടിങ്ങിൽ ഹൈവേൻ്റെ മുന്നിൽ എന്തുണ്ട് വില, ഏതാണ് ലാസ്റ്റ് കച്ചവടം നടന്നത്, കേരളത്തിലേതാണ് വലിയ കച്ചവടങ്ങൾ നടന്നത്, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കും. ഞാൻ ചോദിച്ചും മനസ്സിലാക്കും. അത് ഈ ബ്രോക്കർമാരോടും മറ്റവരോടും എല്ലാവരോടും ചോദിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളെ ചവിട്ടിലെത്തും. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന പണിയാണ്. അത് നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ആരെങ്കിലും അവിടെ എത്ര വില ഉണ്ട്, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അത്താണി എന്ത് വില ഉണ്ട്, അപ്പോൾ ഏതാ സ്ഥലം ചോദിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. പിറവാണ്, പത്തനംതിട്ടയാണ്, ഏതാണെന്നില്ല, ആലപ്പുഴ ജില്ലയിൽ എവിടെയാണെങ്കിലും അത് നമ്മൾ ആ കാലത്ത് വന്നൊരു ഒരു ആ വന്ന വഴിയില്ലേ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്.